സൺഡേ ഈവനിംഗ് കൊടുക്കാനുള്ള കേക്കുകളാണ് കേട്ടോ നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ കേക്കുകളും ഫിനിഷ് ചെയ്ത് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യത്തേത് ഒരു റെയിൻബോ തീം കേക്കാണ്. കുറച്ച് ബോൾസും ഒരു റെയിൻബോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ആനിവേഴ്സറി തീം കേക്കായിരുന്നു. കുറച്ച് ഫോണ്ടൻ ഹാർട്ട്സും ടോപ്പേഴ്സ് ഒക്കെ വെക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഒരു അമ്മൂമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടായിരുന്നു ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട്. പിന്നെ നമുക്ക് പ്രിൻ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു മാഷ് ആൻഡ് ബിയർ തീം കേക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പ്രിൻ്റൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഫോണ്ടനിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി തോന്നിക്കാറുണ്ട്. പിന്നെ ചെയ്യാനുള്ളത് ഒരു ആനിവേഴ്സറി തീം കേക്കിൽ കുറച്ച് ഹാർട്സ് ഒക്കെ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കേക്കും നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ 2 കേക്കുകളുണ്ടായിരുന്നു. ഒരെണ്ണം ഹാർട്ട് ഷേപ്പിലായിരുന്നു. രണ്ടാമത്തേത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു ടോപ്പർ വെച്ചിട്ട് ആ ഒരു കേക്കും കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കേക്കുകളെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് പിക്കപ്പിനുള്ളത് പിക്കപ്പിന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഡെലിവറിക്കുള്ളത് നമ്മൾ ഡെലിവറി ബോയ്സിൻ്റെ കയ്യിൽ കൊടുത്തും വിടാനുണ്ട്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വർക്ക്. പിന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ ആകെ അലമ്പായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ക്ലോസ് ചെയ്ത് വീട്ടിൽ പോകണം. അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.